രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ കൊടകരയിൽ പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 2 പേർ ഇപ്പോൾ ആശുപത്രിയിലാണ്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് എന്താണ്, കാര്യമായ പരിക്കുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തത ഇപ്പോൾ വരുന്നില്ല. ആദ്യത്തെയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയായ രൂപൽ എന്നയാളാണ്. തുടങ്ങിയ വിവരങ്ങളാണ് ലഭിക്കുന്നത്. രണ്ടാമത്തെ ആൾ ആരാണ് തുടങ്ങിയ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. രാഹുൽ, അലിം, ഒപ്പം തന്നെ രൂപൽ, ഇങ്ങനെ 3 പേരെയാണ് കാണാതായത് എന്ന് രക്ഷപ്പെട്ട ആളുകൾ വിവരം നൽകിയിരുന്നു. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ ഊർജിതമാക്കിയത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 17 പേരാണ് ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. കൃത്യമായ കണക്കുകൾ തന്നെ വരേണ്ടിയിരിക്കുന്നു. അതിൽ ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടപ്പോൾ ആ രക്ഷപ്പെട്ട ആളുകളാണ് പറഞ്ഞത് അവിടെ 3 പേർ കൂടി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന്. ഇതിലധികം ആളുകൾ താമസിച്ചിരുന്ന ഒരു കെട്ടിടമായിരുന്നു. സാധാരണഗതിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് തന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കെട്ടിടമാണ് ഇതെന്ന് കൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ നാട്ടിൽ അവധിക്കും മറ്റുമായി പോയത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പേര് ഇതിലിരട്ടി അധികം ആളുകൾ ഈ 3 നില കെട്ടിടത്തിൽ താമസിച്ചതായുള്ള വിവരങ്ങൾ കൂടി വരുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം, ഇതിലേക്ക് കനത്ത മഴയുണ്ടായിരുന്നു. മന്ത്രിയും നേരത്തെ കെ രാജനും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചതാണ്. ഇനിയുള്ള ദിവസങ്ങളിലും കനത്ത മഴ തന്നെയാണ്. 2-ാം തീയതി വരെ കനത്ത മഴ തുടരാനുള്ള സാധ്യത ആയതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങളെയൊക്കെ കരുതിയിരിക്കണം എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ വളരെ കാലപ്പഴക്കം ചേർന്ന വിള്ളലുള്ള വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. വലിയ മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം അപകടങ്ങളെ കൂടി മുൻകൂട്ടി കാണാൻ കഴിയണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ വാടകയ്ക്ക് നൽകുന്നത് അത്തരം കെട്ടിടങ്ങളാണ്. കാരണം വളരെ കുറച്ച് വാടക മാത്രം കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് അവരും അത്തരം കെട്ടിടങ്ങൾ ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം അപകടങ്ങൾ കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ കൂടി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് മനസ്സിലാവുന്നു. എന്തായാലും 3-ാമത്തെ ആൾക്കുള്ള രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ വാർത്തകളിലേക്കും